എപ്പോ വന്നു? കാലത്ത്. പുതിയ ജോലിയും ചുറ്റുപാടും ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഏതായാലും ശാരീരികമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മാനസികമായിട്ടും ഇല്ല. അന്നും ഇന്നും ഞാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോ ഞാൻ മാറിയെന്നാണോ? ഒരുപോലെയാണ്. അയച്ച കത്തിന് ഒരു മറുപടി കിട്ടാൻ പോലും അർഹതയില്ല എനിക്ക്. നന്ദിനിയുടെ കത്തുകൾക്ക് ഞാൻ മനഃപൂർവ്വം മറുപടി അയക്കാതിരുന്നാണ്. നന്ദിനിയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ നന്ദിനി വിചാരിക്കുന്ന പോലല്ല, ഒരു സഹോദരിയായി മാത്രം. എന്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് കരയുകയായിരുന്നു. നന്ദിനിക്കറിയാമോ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ജോലി കിട്ടി ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോ സുഹൃത്തിനെ കണ്ടുമുട്ടി. അയാളുമൊത്ത് ഞാൻ വീട്ടിലേക്ക് ചെന്നു. ജാനു, ജാനു, കുറച്ച് കാപ്പി ഉണ്ടോ? ഏതോ ഒരു ഉറക്കമാടാ, ഒന്ന് എഴുന്നേക്കറാവേ. എന്നാ കാപ്പി. പിന്നെ ഇവിടെ പട്ടണത്തിലെ പോലൊന്നുമല്ല. ഒരു വീട് കിട്ടാൻ വലിയ പ്രയാസമാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ താമസിക്കാം. പക്ഷേ സൗകര്യമൊക്കെ അല്പം കുറവായിരിക്കും. അതൊക്കെ ഒരു ബന്ധപ്പാടല്ലേ ഭാസ്കര? ആർക്ക്? എനിക്കോ? എനിക്ക് ആരും ബന്ധപ്പാടുമില്ല. എന്താ ചെയ്യാ? തമാശയായിരിക്കുന്നില്ലയോ? ഒറ്റ പോലും ആരും പറിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അറിയാതെ ആരെങ്കിലും ഒന്ന് പറിച്ചു വന്നിരിക്കട്ടെ, ഉടൻ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യും. കൊള്ളാമല്ലോ. ഏതായാലും തൽക്കാലം വേണമെങ്കിലും ഒന്ന് പറിച്ചു. വേണ്ട. എന്തായാലും എനിക്കൊരു വീട് കിട്ടിയേ പറ്റൂ. അതെന്താ, എന്റെ വീട്ടിലെ താമസം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടല്ല, എന്റെ അവിടുത്തെ താമസം നിന്റെ സഹോദരിക്കും മറ്റും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഞാൻ നിന്റെ വീട്ടിൽ താമസമാക്കിയിട്ട് അവൾ ഇതുവരെ എന്നോടൊരു പരിചയഭാവം പോലും കാണിച്ചിട്ടില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി പറയാറുമില്ല. നീ മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ ആരോടും സംസാരിക്കാറില്ല ജയ. അവൾ ഊമയാണ്. ജാനു, ജാനു, ഞാൻ എന്നും കണി കാണാറുള്ളത് റോസാപ്പൂവും അതിനേക്കാൾ മനോഹരമായ നിന്റെ മുഖവുമാണ്. ഇന്ന് അത് രണ്ടും ഉണ്ടായില്ല. നിനക്കറിയാമോ, എല്ലാം തികഞ്ഞതായിട്ട് ഈ ലോകത്ത് ഒരു വസ്തുവുമില്ല. നീ വിഷമിക്കാതെ, നിനക്കൊരു കുറവുമില്ല. ഞാനല്ലേ പറയുന്നത്.
വല്ലാത്ത തലവേദന, തീരെ സുഖമില്ല. ക്ഷമിക്കണം ഭാസ്കര. ജയൻ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ തെറ്റ് ഞാൻ തിരുത്തും. ജാനുവിനെ ഞാൻ വിവാഹം കഴിക്കും. പിന്നെ നീ അച്ഛനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ബഹുമാനക്കുറവൊന്നും കാണിച്ചില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛനനുസരിക്കലാണ് ഒരു പുത്രന്റെ ധർമ്മം. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും കേട്ടിട്ടുണ്ടോ? അത് ശ്രീരാമനല്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ മുഖത്ത് ആട്ടുന്നത്? എന്നാ നിന്റെ മുഖത്താട്ടാ. നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത്. എടി ശങ്കുണ്ണിവനെ വാശി പിടിച്ച് നടത്തിയിട്ടേ ഉള്ളൂ. അച്ഛൻ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കും. എന്താ? നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലെന്താ? നോക്കിയാലെന്താ? നല്ല സ്ത്രീധനം കിട്ടണം. എനിക്ക് ആവശ്യം പണമാ. കൊറേയൊക്കെ മക്കൾ ഇഷ്ടവും നോക്കിയേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചുകൂടെ? അവന്റെ ഇഷ്ടവും നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ട. ഇന്നുവരെ നീ പറഞ്ഞത് എല്ലാ അനർത്ഥത്തിലേ കലാശിച്ചിട്ടുള്ളൂ. ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചോളെ.